ദീപികയിൽ പത്രപ്രവർത്തകനായിരുന്നപ്പോൾ ഒരുപാട് അവസരങ്ങൾ തന്ന ഒരു സ്ഥാപനമാണത്. ഏറ്റവും നല്ല ഫീച്ചറുകൾ അന്ന് ദീപികയിലാണ് വന്നുകൊണ്ടിരുന്നത്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയത്. 1990കളുടെ അവസാനം 99 ഒക്കെയാണെന്ന് തോന്നുന്നു. ഡെയിലി അവിടെ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസങ്ങളായിരുന്നു. ഓരോ ദിവസവും മാറി മാറി നമ്മൾ ഈ ഫുട്ബോളിൽ ഗോളടിക്കുന്നത് പോലെ അവർ ഇരുപക്ഷത്തും കൊലപാതകങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് ജയകൃഷ്ണൻ മാഷ്, അദ്ദേഹത്തെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹം പാലാക്കാരനാണ്. അദ്ദേഹവുമായിട്ട് എനിക്ക് കുറച്ച് വ്യക്തിപരമായ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരിലെ ഒരു ലേഖന പരമ്പര അവിടെ അക്രമം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ചെയ്യണമെന്ന് ഞാൻ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറയുകയും അവരത് ഒരു സാഹസം അതിൽ ഉണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ജയകൃഷ്ണൻ മാഷിനെയാണ് ആദ്യം ബന്ധപ്പെടുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ഏറ്റവും മോശപ്പെട്ട സമയമാണ്, ഒരു കാരണവശാലും ഇപ്പോൾ ഇങ്ങോട്ട് പോരരുത് എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ കണ്ണൂർക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടെയുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ, നവാസ് എന്ന് പറയുന്ന അവിടുത്തെ ദീപികയുടെ തന്നെ പ്രാദേശിക ലേഖൻ, പിന്നെ ഫോട്ടോഗ്രാഫർ ഒക്കെ ആയിട്ട് ഞങ്ങൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൂടെ, കൊലപാതക ഗ്രാമങ്ങളിലൂടെ ഒക്കെ പോകാൻ തീരുമാനിച്ചു. കത്തിയെരിഞ്ഞ ഒരു വീടിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. എതിരാളികൾ ആ വീടിന് തീ വെച്ചതാണ്. അപ്പോഴാണ് ആ വീടിൻ്റെ നടുമുറ്റത്ത് ഒരു ചെറിയ പട്ടടത്തെങ്ങ് കുഴിച്ച് വെച്ചിരിക്കുന്നത് കണ്ടത്. അത് കുഴിച്ച് വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അയൽവക്കക്കാരോട് ചോദിച്ചപ്പോഴാണ് ആ വീട്ടിലെ ഗൃഹനാഥനെ കൊല്ലാനായിട്ടാണ് എതിർകക്ഷിക്കാർ അവിടെ നിന്ന് വന്നത്. പക്ഷേ പുള്ളി എങ്ങനെയോ ഈ ബഹളത്തിനിടയിൽ ഓടി രക്ഷപ്പെട്ടെങ്കിലും അവർ അവിടെ മുറ്റത്ത് നിന്ന ഒരു തെങ്ങെടുത്ത് ആ നടുമുറ്റത്ത് കുഴിച്ചു വെച്ചു. അതിൻ്റെ അർത്ഥം അവനെ കൊന്നു കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി അവൻ എവിടാണെങ്കിലും അവനെ കൊന്നിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊല്ലാൻ വിധിക്കപ്പെട്ട അനിൽകുമാർ, ആ അനിൽകുമാറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അടുത്ത ദൗത്യം. അതിന് പാർട്ടി നേതാക്കളോടും ഒക്കെ കഴിയുന്ന പോലീസിനോടും ഒക്കെ സഹായം തേടി എല്ലാവരും കൈയൊഴിഞ്ഞു. അവസാനം ജയകൃഷ്ണൻ മാഷിനോട് തന്നെ സമീപിച്ചു. പുള്ളി ആദ്യം നിഷ്കരണം തള്ളി. പക്ഷേ നമ്മുടെ നിർബന്ധം സഹിക്കാനാവാതെ പുള്ളി അവസാനം സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുള്ളി പറഞ്ഞ ഓഫീസിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഏതാനും പേരെ കൂട്ടി ഞങ്ങളെ ഒരു കാറിൽ കയറ്റി ഞങ്ങളുടെ കണ്ണൊക്കെ മൂടിക്കെട്ടി കുറേ അങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി മാറി വേറൊരു വണ്ടിയിൽ കയറ്റി, അവിടെയും കണ്ണ് മൂടിക്കെട്ടി. അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ ദൂരം പിന്നിട്ടപ്പോൾ ഏതാണ്ട് ഒരു മഡ് റോഡിലൂടെ ഒക്കെ പോയി, കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിലൂടെയൊക്കെ ചെന്ന് ഏതാണ്ട് ഇവരുടെയൊക്കെ ആ ഒരു കാൽക്കുലേഷനാണ്, അവിടെ ലോഡ് ഷെഡിങ് ആരംഭിച്ച ആ സമയം ഞങ്ങൾ ഒരു പോയിന്റിൽ എത്തിച്ചേർന്നു. പിന്നെ അവിടെ മൊത്തം അന്ധകാരമാണ്. ആ അന്ധകാരത്തിലൂടെ അതിനിടയിൽ ഒന്ന് രണ്ട് ചൂളം വിളിയൊക്കെ മുഴങ്ങി.
ഇവിടുന്നൊക്കെ 1-2 പേർ രംഗപ്രവേശം ചെയ്തു. അവരെ മുന്നിൽ നിർത്തി ലൈറ്റൊന്നും ഇടാതെ ഞങ്ങളൊരു മല കയറുകയാണ്. ഒരു ശബ്ദം പോലും ഉണ്ടാകരുത് എന്നിവർ പറയുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഒറ്റയടി പാതയിലൂടെ ഒരു കുന്നിൻ്റെ മുകളിലെത്തി. അവിടെ ഒരു വീടുണ്ട്, ഒരു സാധാരണ വീട്. അവിടെ അതിൻ്റെ മുറ്റത്ത് നിന്ന് ഇവർ ഒരു പ്രത്യേകതരം ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചു. വാതിലിൽ ഒരു പ്രത്യേക ഈണത്തിൽ തട്ടി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എതിരാളികളല്ല എന്ന് മനസ്സിലായതിനെ തുടർന്ന് അനിൽകുമാർ ഇറങ്ങി വരുന്നു, ഒരു റാന്തൽ വിളക്ക് കയ്യിൽ പിടിച്ച്. അനിൽകുമാറിൻ്റെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് മായില്ല. പച്ചക്കൂമ്പാള പോലെ വെളുത്ത ഒരു മുഖം. അതായത് ഈ വന്നിരിക്കുന്നത് കൊല്ലാൻ വന്നവരാണോ രക്ഷിക്കാൻ വന്നവരാണോ ഒന്നും അനിൽകുമാറിന് ഉറപ്പില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അദ്ദേഹം കതക് തുറന്ന് ഇറങ്ങി വന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഭാര്യയുടെ ഓക്കത്തൊരു കുഞ്ഞ്, ഇവരെല്ലാവരും ഒന്നൊന്നായി പുറത്തിറങ്ങി വന്നു. ഞങ്ങൾ 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. അന്ന് യാതൊരു അപകടമൊന്നും സംഭവിച്ചില്ല. നമ്മൾ റോഡിലെത്തുകയും അരമണിക്കൂറിനുള്ളിൽ കയറി താഴെ റോഡിൽ വന്നപ്പോഴേ കറണ്ട് ലോഡ് ഷെഡിങ് കഴിഞ്ഞു. നമ്മുടെ വണ്ടി തിരിച്ചു പോന്നു. അങ്ങനെ അന്നത്തെ ദൗത്യം പൂർത്തിയായി. അടുത്ത ദിവസം അവിടെ കണ്ണൂരിലെ തലശ്ശേരിയിലെ ഒരു സഹകരണ ആശുപത്രിയിൽ അതിന് ഏതാനും ദിവസം മുമ്പ് ഈ നാടൻ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ 3-4 പേര് മരിച്ചു. അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അയാളെ ഈ തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളെ കാണണം എന്നതായിരുന്നു നമ്മുടെ അടുത്ത ഒരു ലക്ഷ്യം. അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ പാർട്ടിക്കാരെല്ലാം നിൽപ്പുണ്ട്. ആരെയും അങ്ങോട്ട് കടത്തി വിടുകയില്ല, കാണാൻ പറ്റില്ല എന്നവരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ, എൻ്റെ കൂടെ പഠിച്ച ആളെ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ ഡോക്ടർ ഡ്രസ്സിങ്ങിന് എന്നുള്ള മട്ടിൽ വന്നതാണ്. അപ്പം പുള്ളി പറഞ്ഞു, ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ, അതിനു മുമ്പ് നിങ്ങൾ പരിപാടി തീർത്തോണം എന്ന് പറഞ്ഞു. നമുക്ക് വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് ഫോട്ടോ എടുക്കുക, പിന്നെ ബാക്കിയുള്ള കഥകളൊക്കെ നമുക്കറിയാമല്ലോ. എങ്കിലും അതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആളുകളെ കൊല്ലും അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും അത് അവരെ മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ കൊല്ലുമെന്നും അറിയാം. കാരണം ഇത് വളരെ ക്രൂഡ് ബോംബാണ്, വളരെ റൂഡായിട്ടാണ് ഇതിനെ അവർ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് ഈ ഒരു ബെഞ്ചിട്ട് അതിൽ കമഴ്ന്ന് കിടന്ന് അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇതിൻ്റെ വയർ കണക്ട് ചെയ്യുന്നത്. കാരണം ഇത് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അന്നേരം കൈ പോകും. പക്ഷേ ഈ ബെഞ്ചിലിങ്ങനെ കമന്ന് കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ജീവൻ രക്ഷപ്പെടാം. അങ്ങനെയൊക്കെയാണ് അവരിത് ഉണ്ടാക്കുന്നത്. എന്തായാലും ഇവരിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത് പൊട്ടിത്തെറിച്ച് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് മരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അല്പനേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കിതിനകത്തൊരു കുറ്റബോധമോ വേദനയോ വല്ലതും ഉണ്ടോ എന്ന്. പുള്ളിയുടെ മറുപടി ശരിക്കും ഈ കത്തിയെടുക്കുന്ന എല്ലാവരും കേൾക്കേണ്ടതാണ്. പുള്ളി പറഞ്ഞത്, ഈ അപകടമുണ്ടായ ഉടനെ പുള്ളിയാണല്ലോ രക്ഷപ്പെട്ടത്.
പുള്ളിയെ ഉടനെ ആശുപത്രി കൊണ്ടുവന്നു. ആശുപത്രിയിൽ കൊണ്ടുവന്ന് പിന്നെ അടിയന്തരമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു കൊതുക് വലയ്ക്കകത്താണ് പുള്ളിയെ ഇട്ടിരിക്കുന്നത്. ഈ കൊതുക് വലയ്ക്കകത്തൂടെ ഒരു കൊതുക് കയറിയിട്ട് പുള്ളിയുടെ മൂക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ കൈ രണ്ടും അറ്റുപോയിരുന്നു. അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മനുഷ്യനെ കൊല്ലാൻ തക്ക ശക്തിയുള്ള ഒരു ബോംബ് നിർമ്മിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം മൂക്കിൻ്റെ അറ്റത്ത് ഒരു കൊതുക് വന്നിരുന്നപ്പോൾ അതിനെ കൊല്ലാൻ പോയിട്ട് ഒന്ന് ആട്ടി ഓടിക്കാൻ പോലും, ഒന്ന് ഊതി അകറ്റാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥയിലേക്കുള്ള വീഴ്ച. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇതുപോലെ കണ്ണൂരിലെ നിരവധിയായ സ്ഥലങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോയി, ഒരുപാട് പേരെ കണ്ടു. ഏറ്റവും ഒടുവിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ അവശേഷിച്ച പുഷ്പൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഇത് 90-ൻ്റെ അവസാനത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ കൂത്തുപറമ്പിൽ അവിടെ വലിയ സ്തൂപമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പുഷ്പൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ പുഷ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പാവപ്പെട്ട വീടാണ്. പുഷ്പനെ നമ്മൾ അകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുത്തു. പത്രപ്രവർത്തകർക്കൊന്നും അവിടെ പ്രവേശനമില്ല, കാരണം അതെല്ലാം പാർട്ടി ഗ്രാമമാണ്. ഞങ്ങളവിടെ ചെന്നതറിഞ്ഞ് പാർട്ടിക്കാരവിടെ പാഞ്ഞെത്തി ഞങ്ങളെ വളഞ്ഞു. നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്ന് സ്റ്റില്ലൊക്കെ പിടിച്ചു മേടിച്ചു. ഒരു വിധത്തിലാണ് ഞങ്ങളവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ പുള്ളി ഓൾറെഡി റോള് മാറ്റിയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെടുത്ത ഫോട്ടോ ഒക്കെ സുരക്ഷിതമായിരുന്നു. ഈ സംഭവങ്ങൾ എല്ലാം നടക്കുമ്പോഴാണ് എന്ന് തോന്നുന്നു ജയകൃഷ്ണൻ മാഷ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് ഞങ്ങൾ ഈ പരമ്പര എഴുതുന്നത്. ഭയങ്കരമായ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ലേഖന പരമ്പരയായിരുന്നു. ഈ കണ്ണൂരിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം 2020 ശേഷം വീണ്ടും ഈ പുഷ്പൻ്റെയൊക്കെ അടുത്ത് പോയിരുന്നു. അന്ന് അദ്ദേഹത്തെ നല്ലവണ്ണം പാർട്ടി സംരക്ഷിക്കുന്നത് കാണാനും സാധിച്ചു. അപ്പോൾ കണ്ണൂരിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അന്ന് വലിയ തോതിൽ ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും അതേക്കുറിച്ചൊരു ആഴമേറിയ ചർച്ച നടത്താനും ഈ പരമ്പര സഹായിച്ചു. പക്ഷെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. ഏറ്റവും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവിടെ CPM-ഉം BJP-യും തമ്മിലാണ് അവിടെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഒക്കെ നടക്കുന്നത്. അവരുടെ CPM-ൻ്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഇങ്ങനെ മരണമടഞ്ഞവരുടെ പേരുകളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അത് എഴുതി വെക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതുപോലെ തന്നെ BJP-ക്കാണേലും ബലിദാനികൾ എന്ന് പറഞ്ഞ് വലിയ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അപ്പോൾ ഈ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ പാർട്ടികൾ വളർത്തിയെടുക്കുന്ന ഗുണ്ടകൾ അല്ലെ കൊലയാളികൾ ഉണ്ട്. അവരാണ് ഈ പാർട്ടി നിർദ്ദേശമനുസരിച്ച് അവരാണ് ഇത് നടപ്പാക്കുന്നത്. പക്ഷേ പോലീസ് അന്വേഷിക്കുമ്പോൾ അവരെ അല്ല പ്രതി ചേർക്കുന്നത് പാർട്ടിക്കാർ എറിഞ്ഞു കൊടുക്കുന്ന പ്രതികളെയാണ്. അവർക്ക് ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല.
അതുപോലെ തന്നെ സാക്ഷികളുടെ കാര്യവും അങ്ങനെയാണ്. അതൊക്കെ ഒരു രണ്ട് പാർട്ടികളും തമ്മിൽ അക്കാര്യത്തിൽ ഒരു ധാരണയുമുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് വരുമ്പോൾ ഭൂരിഭാഗം കേസുകളിലും എല്ലാവരും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അവിടെ അരങ്ങേറിയത്. ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി സാറ് ആ വീട്ടിൽ പോവുകയും കെ രമയ്ക്ക് ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തു. രമയ്ക്ക് നീതി കിട്ടും, രണ്ട് വാക്കേ മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ടാണ് ഉമ്മൻചാണ്ടി സാറ് അവിടെ നിന്ന് പോരുന്നത്. എന്തായാലും കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിൽ ടി.പി. കൊലക്കേസ് അന്വേഷണം ഒരു വഴിത്തിരിവാണ്. അതിലെ യഥാർത്ഥ പ്രതികളെ പാർട്ടി ഗ്രാമത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചെങ്കിലും കേരള പോലീസ് അവിടെ പ്രച്ഛന്ന വേഷത്തിൽ ചെന്ന് CIT മറ്റേ ചുമട്ട് തൊഴിലാളികളെ പോലെയോ മറ്റോ ലോറിപ്പുറത്ത് ചെന്ന് ഒരു വലിയ മുളക്കോഴിമലയോ അങ്ങനെ എന്തോ ഒരു മലയുടെ മുകളിൽ നിന്ന് അവരെ ഒരു സാഹസികമായി ഒരു നീണ്ട പോരാട്ടത്തിനൊടുവിൽ കീഴ്പ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്തത്. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ ചരിത്രത്തിലാദ്യമായി രാഷ്ട്രീയ നേതാക്കളുമുണ്ടായിരുന്നു. അവരിൽ പലരെയും കോടതി ശിക്ഷിച്ചു, പലരും ജയിലിനകത്തായി. അപ്പോൾ ഇതാദ്യമായി അന്വേഷണം രാഷ്ട്രീയ നേതാക്കളിലേക്കും നീണ്ടു. കൊന്നവർ മാത്രമല്ല, കൊല്ലിച്ചവരിലേക്കും അന്വേഷണമെത്തി. അതോടുകൂടിയാണ് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു വിരാമം ഉണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണൂരിനെ ഞെട്ടിച്ച മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമാണ് അരിയിൽ ഷുക്കൂറിൻ്റേത്. ഒരു MSF പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ, 10-18 വയസ്സോ വല്ലതും കാണുമായിരിക്കും. ഞാൻ അന്ന് മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. ഞാനന്ന് കോട്ടയത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് സാറ് അർജൻറ്റായിട്ട് വിളിക്കുന്നത്. ഞാൻ വണ്ടി സൈഡ് ചേർത്ത് നിർത്തി. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു യുവാവിനെ അവിടെ കൊന്നിട്ടുണ്ട്. കൊന്നിട്ട് 1-2 ദിവസമായി. പക്ഷെ അത് കാര്യമായിട്ടൊന്നും മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് 1-2 തവണ ഈ താലിബാൻ മോഡൽ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അതിൻ്റെ വിവരങ്ങളൊക്കെ പരമാവധി സമാഹരിക്കണം, എന്നിട്ട് 1-2 പത്രങ്ങളെ ഒന്ന് അലേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് പോലീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ സമാഹരിച്ചപ്പോഴാണ് അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു താലിബാൻ മോഡൽ കൊലപാതകമായിരുന്നു എന്ന് അറിയുന്നത്. അതായത് അവിടെ 2 CPM നേതാക്കളുടെ അവർ കാറിൽ പോകുമ്പോൾ ഈ ഷുക്കൂറിൻ്റെ കൂട്ടുകാരൻ സക്കറിയ അങ്ങനെ വേറെ ചിലരും കൂടെ കൂടി മുദ്രാവാക്യം വിളിക്കുകയോ കരിങ്കൊടി ഉയർത്തുകയോ അങ്ങനെ എന്തൊക്കെയോ സംഭവം നടന്നു. അത് അങ്ങ് കെട്ടടങ്ങിയെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഇവരെ പാർട്ടിക്കാർ ഓടിച്ചിട്ട് ഇവരെ ഒരു വയലിലിട്ടാണ് ഇവരെ പിടികൂടുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. ഈ ഷുക്കൂറും സക്കറിയയും അവിടെ അവശേഷിച്ചു. അവരുടെ ഫോട്ടോ എടുത്ത് ചില കേന്ദ്രങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുത്തു. അവർ കൺഫേം ചെയ്തു. ഈ ശബ്ദവും ബഹളവും അതുപോലെ തന്നെ ഈ വയലിന് നടുക്ക് ഈ 2 പേരെ പിടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതുമൊക്കെ അറിഞ്ഞ നാട്ടുകാരൊക്കെ അവിടെ തടിച്ചു കൂടുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും അന്നവിടെ ഈ മുദ്രാവാക്യം വിളിക്കുകയും കരിങ്കൊടി ഉയർത്തുകയൊക്കെ ചെയ്തവരാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അവരെ അവിടെ വെട്ടി നുറുക്കുകയാണ് ചെയ്തത്. ആളുകൾ നോക്കി നിൽക്കെ ഈ 2 പേരിൽ അരിയിൽ ഷുക്കൂർ
ആണ് കൊല്ലപ്പെട്ടത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന സക്കറിയ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു അവസാന നിമിഷം. എന്തായാലും അത് വലിയൊരു വാർത്തയായി. പോലെ അതിനകത്തും അതിൻ്റെയും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീണ്ടു. അവസാനം ആ കേസ് CBIക്ക് വിട്ടു. പിന്നീട് ഈ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോൾ, അതും 2020 21 മറ്റോ ആണ്, ഈ അരിയിൽ ഷുക്കൂറിൻ്റെ വീട്ടിലും പോയിരുന്നു. അന്നും ആ ഉമ്മ അവരുടെ വീടിൻ്റെ മുൻവശത്ത് അവരുടെ ഗ്രില്ലിൽ ഇങ്ങനെ കൈ അമർത്തിപ്പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്ന, തൻ്റെ മകന് വേണ്ടി കാത്തിരിക്കുന്ന, തൻ്റെ മകൻ ഇനിയും വരുമോ എന്ന് ഒരു പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ആ ഒരു ചിത്രം അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ഈ ബോംബ് ഈ പറഞ്ഞ രീതിയിൽ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UDF ആണ് പൊട്ടാൻ പോകുന്നത്. ആ ഗവൺമെൻറ് ഞങ്ങളുടെ തന്നെ ചില രഹസ്യ റിപ്പോർട്ടുകളനുസരിച്ച് വളരെ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് മത്സരം പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ UDFൻ്റെ കാര്യം അധോഗതിയാകും. ഉമ്മൻചാണ്ടി സാറിന് രാഷ്ട്രീയ ഭാവി തന്നെ അവിടെ അനിശ്ചിതത്വത്തിലാകും. അതുകൊണ്ട് ഞാനന്ന് ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചിട്ട് ഇതുപോലെയൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു.